വാർത്തകളിലേക്ക് KPCC പുനഃസംഘടന ഉടൻ ഉണ്ടാകും. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ അല്പസമയത്തിനകം ഡൽഹിയിലെത്തും. തൃശൂർ ഒഴികെയുള്ള DCC അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. പ്രാഥമിക പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. ചർച്ചയ്ക്ക് മുമ്പ് MP-മാരുടെ അഭിപ്രായവും ആരായും. ഇതിനിടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ വസതിയിൽ MP-മാർ കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന MP-മാരുടെ അഭിപ്രായം PCC നേതൃത്വം പരിഗണിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. ചർച്ചകളിൽ K. സുധാകരനും അതൃപ്തിയിലാണ്. D. ധനസുമോദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. സുമോദ്, എന്തുകൊണ്ടാണ് ഈ അതൃപ്തി ഉണ്ടാകുന്നത് പുനഃസംഘടനയിൽ? അതായത് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. അതായത് കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ പ്രവർത്തക സമിതിയുടെ ക്ഷണിതാവാണ്. പക്ഷേ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള മുതിർന്ന MP-മാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പുനഃസംഘടന കേരളത്തിൽ ആലോചിക്കുന്നത്. കാര്യം ബെന്നി ബെഹനാൻ, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നീ നേതാക്കന്മാർ അവരോടുകൂടി ഈ KPCC നേതൃത്വം കൂടിയാലോചനകളൊന്നും നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. കാര്യം ഇതിനകം തന്നെ പല പേരുകൾ മറ്റുള്ളവർ പറഞ്ഞ ഇവർ അറിയുന്നത്. ഈ 5 DCC അധ്യക്ഷന്മാരെ നിലനിർത്താൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മറ്റുള്ളവരുടെ മികച്ച പെർഫോമൻസ് അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലത്താണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അദ്ദേഹം നിർദ്ദേശിച്ച ആളാണ് അവിടെ DCC പ്രസിഡന്റായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ മാറ്റുമ്പോൾ കൃത്യമായി ഒരു കൊടിക്കുന്നിൽ സുരേഷുമായി ഒരു കൂടിയാലോചന നടത്തേണ്ടതുണ്ടായിരുന്നു. ആ തരത്തിലുള്ള ഒരു കൂടിയാലോചനകളും നടക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. മാത്രമല്ല ഏകദേശം ഒരു സാധ്യതാ പട്ടിക കൂടി ഭാരവാഹികളാകുന്നവരുടെ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. ജ്യോതികുമാർ ചാമക്കാലയെ KPCC ട്രഷറർ സ്ഥാനത്തേക്ക് നിയോഗിക്കാനാണ് ഏകദേശം തീരുമാനമായിരിക്കുന്നത്. കണ്ണൂർ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അവരെ നിലനിർത്തണം എന്നുള്ള ഒരു ഏകദേശ ധാരണ കൂടി എടുത്തതിന് ശേഷമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ MP-മാരുടെ ഒരു പരാതി കൂടി പരിഹരിച്ചുകൊണ്ട് അവരുടെ കൂടി മുഖവിലേക്ക് എടുത്ത് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രധാന യോഗം നാളെയാണ് നടക്കുന്നതെങ്കിൽ പോലും ഇന്ന് വൈകിട്ടോടുകൂടി MP-മാരുമായി കൂടിക്കാഴ്ച നടത്താൻ തന്നെയാണ് കേരളത്തിൽ നിന്നെത്തുന്ന നേതാക്കന്മാരുടെ തീരുമാനം. അവർ ഇതുവരെ എത്തിയിട്ടില്ല. ഒരു 11:30-ഓടെ ഡൽഹി കേരള ഹൗസിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുമതി, തൃശ്ശൂരിൽ പുനഃസംഘടന വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം എന്താണ്? നേരത്തെ എല്ലാ 13 DCC അധ്യക്ഷന്മാരെ നിയോഗിച്ചപ്പോൾ പോലും ഈ വളരെ താമസിച്ച് മാത്രമാണ് ഈ ടാജറ്റിനെ അവിടെ നിയോഗിച്ചത്. അതിനുശേഷം കാര്യം നേരത്തെ ഒരു വിവാദത്തെ തുടർന്ന് നേരത്തെ ഉണ്ടായിരുന്ന അധ്യക്ഷൻ രാജിവെച്ചതിന് ശേഷം 1 വർഷത്തോളം തന്നെ അവിടെ ഒരു ചുമതല ഇല്ലാതെ തന്നെ ഇരിക്കുകയായിരുന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠനായിരുന്നു ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യ യോഗം നടത്തിയതിന് ശേഷം പിന്നീട് അദ്ദേഹം അറിയിച്ചത് ഇനിയൊരു DCC പ്രസിഡന്റിനെ പുതിയ ആളെ നിയോഗിക്കാതെ താൻ ഇങ്ങോട്ട് വരില്ല, DCC ഓഫീസിലേക്ക് എത്തില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ജോസിനെ മാറ്റിയെങ്കിൽ പോലും പുതിയൊരാളെ അവിടെ നിയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ ചർച്ചകൾക്ക് ശേഷമാണ് ഏറ്റവും ഒടുവിൽ ടാജറ്റിനെ ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ടാജറ്റിനെ നിയോഗിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രവർത്തിക്കാനോ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അളക്കാനോ ഒരു സമയം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിലെ DCC അധ്യക്ഷൻ അദ്ദേഹം തുടരട്ടെ എന്നുള്ള ഒരു ഏകദേശ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇത് ബെന്നി ബെഹനാൻ്റെ കൂടി ഒരു അഭിപ്രായം എടുത്തതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. കാരണം അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള MP-യാണ്, ചാലക്കുടി MP-യാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു അഭിപ്രായം പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്തിമ തീരുമാനത്തിലെത്താതെ MP-മാരുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയാൽ മതി എന്നുള്ളൊരു കാര്യം നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്.